പാകിസ്ഥാൻ ബോർഡറിൽ ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് 24 മണിക്കൂറും ഫയറിങ്ങാണ്. അടിയും ചവിട്ടും തൊഴിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ ഒരു ഫയർ ചെയ്യുമ്പോൾ ഉഗ്രവാദികൾ 4 സൈഡിൽ നിന്നും എന്നുവെച്ചാൽ അവരുടെ വീടുകൾ ഒളിച്ചിരിക്കുകയാണ് ഓരോരുത്തർ. അങ്ങനെ ഈ ലഗേജും കാര്യങ്ങളെല്ലാം ചുമന്നുകൊണ്ട് അവിടെ അത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു സ്ലിപ്പായി നേരെ ഒരു 3/4 കിലോമീറ്ററോളം അത് താഴെ വീഴുകയുണ്ടായി. മഞ്ഞിൻ്റെ മുകളിലായിരുന്നതുകൊണ്ട് യാതൊരുവിധ അപകടങ്ങളും പറ്റാതെ ഉടൻ തന്നെ മറ്റുള്ള അംഗങ്ങളെല്ലാം ഓടി വന്ന് രക്ഷപ്പെടുത്തി 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഭൂമിക്കടിയിലുള്ള ഒരു ബങ്കറിലാണ് ഞങ്ങൾ താമസവും ആഹാരവും വെള്ളം മഞ്ഞിൽ നിന്നാണ് എടുക്കുന്നത്. മഞ്ഞിനെ ഉരുക്കിയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നിർവഹിക്കാൻ വേണ്ടി അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ പേര് സുരേന്ദ്രൻ നായർ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ 1962 ജനനം. 1981 ഡിസംബർ മാസം പൂജപ്പുര റിക്രൂട്ടിംഗ് സെൻറ്ററിൽ നിന്നും ഭർത്തിയാവുകയും കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മറ്റു ഹിമാചൽ പ്രദേശ് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ചാണ് ഞങ്ങൾ 30 പേർ ഒരു ടീമിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ 30 പേരടങ്ങുന്ന ടീം ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം ട്രെയിനിങ് നാസിക് റോഡിൽ നടക്കുകയുണ്ടായി. ട്രെയിനിങ് എന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് അടിയും ചവിട്ടും തൊഴിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കി 1983 പഞ്ചാബിലെ ഫരീദ്കോട്ട് എന്ന ജില്ലയിൽ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ അവിടെ ഫരീദ്കോട്ടിൽ 83 മാർച്ചിൽ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ യൂണിറ്റിൽ എത്തപ്പെടുകയുണ്ടായി. അങ്ങനെ പിന്നെ യൂണിറ്റും ഞങ്ങളും നമ്മളുടെ ആ ട്രെയിനിങ്ങും കാര്യങ്ങളും അവിടെ നടക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലാണ് 84 ബ്ലൂ സ്റ്റാർ യുദ്ധം, പഞ്ചാബിലെ ഭീകരരുമായിട്ടുള്ള യുദ്ധം. ഈ ബ്ലൂ സ്റ്റാർ യുദ്ധം ഏതാണ്ട് ഈ അതായത് സുവർണക്ഷേത്രം, പഞ്ചാബിൻ്റെ സിഖുകാരുടെ മെയിൻ ക്ഷേത്രമായ സുവർണക്ഷേത്രത്തിലാണ് ഈ യുദ്ധം ഉണ്ടായത്. ഈ സമയത്ത് ഞങ്ങളുടെ ടീം, അതായത് ഞങ്ങളൊരു 600 പേർ അടങ്ങുന്ന ടീം ഈ സുവർണക്ഷേത്രത്തിൻ്റെ ചുറ്റും സംരക്ഷണ മതിൽ കെട്ടുകയും നമ്മൾ ഒരു ഫയർ ചെയ്യുമ്പോൾ ഉഗ്രവാദികൾ 4 സൈഡിൽ നിന്നും എന്നുവെച്ചാൽ അവരുടെ വീടുകളിൽ ഒളിച്ചിരിക്കുകയാണ് ഓരോരുത്തരും. അവർ നമ്മളെ ഫയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിഷ്കാരുണ്യം ഏതാണ്ട് നല്ലൊരു ഉഗ്രവാദികളെ നമ്മളെ കീഴ്പ്പെടുത്തി ഇല്ലാതാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സമയങ്ങളിൽ എല്ലാവരും ആ സമയത്ത് അറിഞ്ഞിരിക്കും, ഈ സുവർണക്ഷേത്രത്തിനകത്ത് മൊത്തം ഉഗ്രവാദികളായിരുന്നു. അവിടെ ആ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പുകൾ ഒന്നും ഉപയോഗിക്കാതെ മാത്രമേ അതിനകത്ത് കയറാൻ അനുവാദമുള്ളൂ. അവസാനം പട്ടാളക്കാർ ഷൂ ഊരിയിട്ടാണ് അതിനകത്ത് ഉഗ്രവാദികളെ തേടിപ്പോയത്. പക്ഷേ ഈ തേടിപ്പോയ പട്ടാളക്കാർക്ക് പകുതി പേർക്കും വെടിയുണ്ടുകൾ ഏറ്റു. കാരണം ഈ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഇവർ ദ്വാരം വിട്ട് അവർ താഴെ നിൽക്കുമായിരുന്നു. ഇത് നമ്മുടെ പട്ടാളക്കാർക്ക് അറിയാതെ പോകുന്നവർക്ക് എല്ലാം കാലിൽ വെടികൊണ്ട് എല്ലാവരും വീഴുമായിരുന്നു. അതിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ വേറെ കാര്യം ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, അവിടുത്തെ ജനങ്ങൾ പട്ടാളത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. പട്ടാളക്കാരെന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് ആഹാരം, പാനീയങ്ങൾ എന്ന് വെച്ചാൽ അവർ ലസ്സി തൈരിൽ ലസ്സി പഞ്ചസാര കലക്കി എല്ലാ വീടുകളിലും ഏത് വീട്ടിൽ ചെന്നാലും ശരി നവമായിട്ടോ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ നമുക്ക് അതിനുള്ള എല്ലാവിധ ആഹാര സാധനങ്ങളും കുടിക്കാനായാലും ശരി എന്തായാലും ശരി അങ്ങനെ ഒരു നല്ലൊരു കൂട്ടം ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ അത്രമാത്രം എന്ന് വെച്ചാൽ കാരണമുണ്ട്. ഒരു പഞ്ചാബിയുടെ വീട്ടിൽ ഒരു പട്ടാളക്കാർ എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. എല്ലാ വീടുകളിലും പട്ടാളക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ സ്നേഹം. ഈ ഉഗ്രവാദികളെന്ന് പറയുന്നത് 4 സൈഡിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇവിടുന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പോഴും ഉണ്ട് ആ ഉഗ്രവാദി ടീം എന്ന് വെച്ചാൽ ഇപ്പോഴും പറയുന്നുണ്ട്, മുന്ന സന്ന അങ്ങനെ ടീം ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് തന്നെയാണ്. അതിന് യാതൊരു സംശയവും. എവിടെ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും അതിനുള്ള ബഹുമാനവും ആഹാര സാധനങ്ങൾ നമുക്ക് തരികയും എല്ലാവിധ സഹകരണങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഈ സുവർണക്ഷേത്രത്തിൻ്റെ മെഡലും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ 6 മാസക്കാലത്തോളം ആ യുദ്ധവും പിന്നെ ഈ യുദ്ധത്തിന് ശേഷവും അവിടെ സമാധാന ക്രമങ്ങളിലൊക്കെ പങ്കെടുത്തു. അവിടുത്തെ സമാധാനം വീണ്ടെടുത്തതിന് ശേഷം 1984 ഞങ്ങളുടെ യൂണിറ്റ് മൊത്തം ശ്രീനഗർ ഏരിയയിൽ, അതായത് ശ്രീനഗർ ഏരിയയിൽ പോസ്റ്റിംഗ് പോവുകയും അവിടെ ഉറി എന്ന സ്ഥലത്ത് ഞങ്ങൾ പോസ്റ്റിംഗ് എത്തുകയും അവിടെ ഏതാണ്ട് 2 വർഷത്തെ കാലത്തോളം വളരെ സമാധാന അന്തരീക്ഷമായിരുന്നു അന്ന് കാശ്മീർ ഏരിയ.
ഞങ്ങളുടെ ബസ്സുകളിൽ പോവുകയും വിനോദയാത്രയ്ക്ക് പോവുകയും ശ്രീനഗറിൽ വന്ന് ഞങ്ങൾ ബോട്ട് യാത്ര ഇങ്ങനെയുള്ള പലവിധ നടത്തി ഞങ്ങൾ വിനോദിക്കാണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഔട്ട് പോസ്റ്റിന് വെളിയിൽ പോയിട്ട് ഇങ്ങനെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ശ്രീനഗർ, ജമ്മു കാശ്മീർ ഈ ഏരിയ. അവിടെ അങ്ങനെ 2 വർഷത്തോളം അവിടെ ഉണ്ടായി. അതിന് ശേഷം വീണ്ടും ഞങ്ങൾ ദേവലാലിയിൽ, മഹാരാഷ്ട്രയുടെ ദേവലാലി എന്ന അവിടെ പോസ്റ്റിംഗ് വരികയും അവിടെ ഏതാണ്ട് 3 വർഷത്തോളം സർവീസ് ചെയ്തിട്ട് എനിക്ക് വീണ്ടും പോസ്റ്റിംഗ് കിട്ടിയത് ശ്രീനഗറിലാണ്. അത് ഏതാണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് കുണ്ടിയാൻ എന്ന് പറയുന്ന സ്ഥലം, ഏതാണ്ട് പാകിസ്ഥാനോട് അടുത്ത 2 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഒരു ബോർഡറിലായിരുന്നു ഞങ്ങളുടെ അടുത്ത പോസ്റ്റിംഗ്. ഈ പോസ്റ്റിങ്ങിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു 2 വർഷക്കാലം. കാരണം ഏതാണ്ട് 30-35 കിലോമീറ്റർ പർവ്വതങ്ങൾ കയറിയാണ് ഞങ്ങളുടെ യൂണിറ്റിൽ എത്തിച്ചേരേണ്ടത്. ഏതാണ്ട് 3 ദിവസത്തെ യാത്രയാണ്. നമ്മളുടെ ലഗേജും കാര്യങ്ങളെല്ലാം നമ്മൾ ചുമന്ന് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അത് രാത്രികാലം 10 മണിക്ക് ശേഷമേ ഞങ്ങൾക്ക് യാത്രയ്ക്കുള്ള അനുമതി അവിടെ ഉള്ളൂ. കാരണം പകൽ സമയത്ത് ഈ മഞ്ഞ് വീഴ്ച ഉണ്ടാവുകയും മഞ്ഞിൽ ഏതെങ്കിലും ചവിട്ടി പൊതിഞ്ഞു പോയാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മഞ്ഞ് ഉറച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ രാത്രി 10 മണിക്ക് മാത്രമേ ഒരു ടീമായിട്ട് ഏതാണ്ട് ഒരു 10-200 പേര് അടങ്ങുന്ന ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വിടത്തുള്ളൂ. അത് അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. കയറിൽ പിടിച്ചുകൊണ്ട് ഒരു ചവിട്ടുന്ന പാത മാത്രമേ ഉള്ളൂ. ആ ഏരിയയിൽ കൂടെയാണ് ഞങ്ങൾ 3 ദിവസം നടന്ന് ഞങ്ങളുടെ യൂണിറ്റിൽ ലീവിന് പോയാലും ശരി, ലീവിന് പോയാൽ അങ്ങോട്ട് 3 ദിവസം, ഇങ്ങോട്ട് 3 ദിവസം, അങ്ങനെ ഈ ലഗേജും കാര്യങ്ങളെല്ലാം ചുമന്നുകൊണ്ട് അവിടെ അത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു ദുരിതമായിരുന്നു ആ ഏരിയയിൽ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ട്. അതേപോലെ OP പോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് ഏതാണ്ട് അതും അവിടെ നിന്നും 2-3 കിലോമീറ്റർ മൊത്തം മല കയറിയാണ് പാകിസ്ഥാൻ്റെ ബോർഡറിൽ നമ്മുടെ നിരീക്ഷണം നടത്തി ഈ ലീവ് പോയിട്ട് തിരിച്ചു വരുന്ന കാലങ്ങളിൽ ലഗേജോട് ഒത്ത് ഞങ്ങളുടെ ഏതാണ്ട് ഒരു മാർച്ച് ഏപ്രിൽ സമയമാണ്. ഏതാണ്ട് മഞ്ഞ് വീഴ്ച കുറഞ്ഞ സമയത്തും മഞ്ഞ് ഉണ്ടായിരുന്ന സമയത്തും എല്ലാവരുടെ കൂടെ പോകുന്ന സമയത്തിൽ ഞാൻ സ്ലിപ്പായി മഞ്ഞിൽ കൂടി ഏതാണ്ട് ഒരു 1/4 കിലോമീറ്ററോളം ഞങ്ങൾ മഞ്ഞിൻ്റെ, അതായത് സ്ലിപ്പിംഗ്, നമ്മളെ കാശ്മീരിൽ മറ്റേ സ്കേർട്ടിങ്ങിൻ്റെ ഇത് നിങ്ങൾ കണ്ടിരിക്കും, അതേപോലെ സ്ലിപ്പായി നേരെ ഒരു 3/4 കിലോമീറ്ററോളം അത് താഴെ വീഴുകയുണ്ടായി. മഞ്ഞിൻ്റെ മുകളിലായിരുന്നതുകൊണ്ട് യാതൊരുവിധ അപകടങ്ങളും പറ്റാതെ ഉടൻ തന്നെ മറ്റുള്ള അംഗങ്ങളെല്ലാം ഓടി വന്ന് രക്ഷപ്പെടുത്തി നമ്മളെ തിരിച്ച് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം യാതനകൾ അനുഭവിച്ച ഒരു പോസ്റ്റിംഗ് ആയിരുന്നു. പാകിസ്ഥാൻ ബോർഡറിൽ ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് 24 മണിക്കൂറും ഫയറിങ്ങാണ്. ഒള്ളി ഏതാണ്ട് ബങ്കർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മനുഷ്യന് ഒരു 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഭൂമിക്കടിയിലുള്ള ഒരു ബങ്കറിലാണ് ഞങ്ങൾ താമസവും ആഹാരവും വെള്ളം മഞ്ഞിൽ നിന്നാണ് എടുക്കുന്നത്. മഞ്ഞിനെ ഉരുക്കിയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നിർവഹിക്കാൻ വേണ്ടി അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത്രമാത്രം ദുഷ്ടതകൾ അനുഭവിച്ച ഒരു പോസ്റ്റിംഗ് ആയിരുന്നു എനിക്ക്. ആ ഒരു 18 മാസം, അത് 18 മാസത്തിൽ കൂടുതൽ ഒരു ആളെയും അവിടെ നിർത്താൻ താമസിക്കത്തില്ല. ഹെവി ഹൈ ആൾട്ടിറ്റ്യൂഡ് അങ്ങനത്തെ ഏരിയയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വന്നത് ശ്രീനഗർ ഏരിയ തന്നെയാണ്. അത് സ്ഥലങ്ങളിഞ്ഞ് കൂടുതൽ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ ഏരിയയിൽ തന്നെ വീണ്ടും ഒരു പോസ്റ്റിംഗ് കൂടെ കിട്ടി. ഉഗ്രവാദികളുടെ നല്ലൊരു പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടമായിരുന്നു. ഞങ്ങൾ രാംപൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ യൂണിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഈ രാവിലെ ROP എന്നൊരു പറയുന്ന ഒരു ഇതുണ്ട്. ROP റോഡ് ഓപ്പണിംഗ് പാർട്ടി. രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഈ റോഡ് ഓപ്പണിംഗ് ചെയ്താൽ മാത്രമേ അവിടെ നിന്നുള്ള യാത്രക്കാരും ബസ്സുകളും നമ്മളെ പട്ടാളക്കാരുടെ വണ്ടിയെല്ലാം പോകത്തുള്ളൂ. അങ്ങനെ രാവിലെ 4 മണിക്ക് റോഡ് ഓപ്പണിംഗ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു ടീം, അത് ഞങ്ങൾ ഒരു വണ്ടിയിൽ 6 പേര് 7 പേര് അങ്ങനെ അത്രേ പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ റോഡിൽ മൊത്തം ബോംബുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ പോലെ അത്രത്തോളം ടെക്നിക്കലായിട്ട് വളർന്നിട്ടില്ല. വളരെ ഒരു ജീവൻ പണയം വെച്ചുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമേ മറ്റുള്ള വാഹനങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നിത്യമായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ലഞ്ച്, ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ പോക്ക്. ടീയും മിൽക്ക് പൗഡറും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പോയാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ രാവിലെ എല്ലാ ദിവസവും ഒരിടത്ത് പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അവിടെ ഈ കരിയിലയും മറ്റുള്ള വിറകുകൾ ശേഖരിച്ച് തീ കത്തിക്കുന്ന സമയത്ത്
അപ്പം ഈ ഉഗ്രവാദികൾക്ക് മനസ്സിലായി ഇവരെല്ലാം വളഞ്ഞിരിക്കുന്നത് ഈ ഏരിയയാണ്, നമ്മൾ കുഴിയെടുത്ത് വിറക് വെച്ച് തീ കത്തിച്ചിട്ടാണ് ചായയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ഉഗ്രവാദികൾ ഈ തീച്ചുളയിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ബോംബ് വെച്ചിരിക്കുകയുണ്ടായി. ഞങ്ങൾ വന്നത് തീ കൊളുത്തുന്നതും ഈ കൂടിയിരുന്ന് ചൂട് കാച്ചുന്ന എല്ലാവരും മരിക്കാൻ വേണ്ടി. അങ്ങനെ എന്തോ ഭഗവാന്റെ കാരണം കൊണ്ട് ആരോ ഒരുത്തൻ പറഞ്ഞു, അതിൻ്റെ ഇന്നലത്തെ ചാരമെല്ലാം അതിനകത്ത് കിടക്കണം, അതിനെ മാറ്റിയിട്ട് തീ കൊളുത്താൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ചാരങ്ങളെല്ലാം മാറ്റിയപ്പോഴുണ്ട് അതിനകത്ത് ബോംബിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അന്ന് ഞങ്ങളുടെ ഒരു 8-10 പേര് ആ സ്പോട്ടിൽ രക്ഷപ്പെടുകയുണ്ടായി. അതിനുശേഷം മൊത്തമേ വാണിംഗ് കൊടുത്തു. അങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഒരാളും അങ്ങനെ പെർമനൻ്റായിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ പാടില്ല എന്ന്. കൂടാതെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 4 മണിക്ക് റോഡ് ഓപ്പണിംഗ് പോകുന്ന സമയത്ത് ഒരു CMBയുടെ അത് മിലിറ്ററി പോലീസ്, പട്ടാളത്തിൻ്റെ മിലിറ്ററി പോലീസിൻ്റെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടെന്ന ഒരു മിലിറ്ററി പോലീസിൻ്റെ തല വെട്ടിയിട്ട് അവരുടെ പോലീസിൻ്റെ കേപ്പ് തലയിൽ വെച്ച് ബാരാമുള്ളയുടെ മെയിൻ റോഡിൻ്റെ നടുക്ക് കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. കാരണം അവിടെ ബോഡിയൊന്നും ഇല്ലായിരുന്നു. ബോഡി അവസാനം നമ്മൾ കണ്ടത് ജലം നദിയിലായിരുന്നു. ഇവർ തല വെട്ടിയിട്ട് ബോഡിയെ ജലം നദിയിലെടുത്ത് എറിയുകയുണ്ടായി. അങ്ങനത്തെ ഒരു അനുഭവം. കൂടാതെ നമ്മൾ പല ഉഗ്രവാദികളും പിടിച്ചുകൊണ്ട് ഞങ്ങളെ യൂണിറ്റിൽ വരിക, അവരുടെ ചോദ്യം ചെയ്താൽ യാതൊരു വിധത്തിലുള്ള മറുപടിയും നമുക്ക് തരവില്ല. അവരെ കൊന്നാലും അവർ മറുപടി യാതൊരു വിധത്തിൽ ശബ്ദിക്കത്തില്ല. പിന്നെ അവരെ ഉടൻ തന്നെ നമ്മൾ മെയിൻ ഹെഡ് ഓഫീസിൽ ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഈ രാംപൂർ ഏരിയയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് താൽക്കാലികമായിട്ട് ഒരു ഡ്യൂട്ടി തന്നത് ഗുൽമാർഗ് എന്ന കാശ്മീരിലെ ഗുൽമാർഗ് എന്ന ഏറ്റവും ഹൈയും മഞ്ഞ് വീഴ്ചയിൽ നമ്പർ 1 സ്ഥലമായ ഗുൽമാർഗ് എന്ന്, അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. VIP-കൾക്ക് അവിടെ വരുന്ന VVIPകൾക്ക് താമസിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അവിടുത്തെ ഇൻചാർജായിട്ട് ഞാൻ ഒരു 1.5 വർഷത്തെ കാലത്തോളം ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. ആ ഇടയ്ക്ക് ഞങ്ങൾ യൂണിറ്റിൽ നിന്ന് രാംപൂരിൽ നിന്ന് ഗുൽമാർഗിലേക്ക് പോകുന്നത് ഈ ആർമി വണ്ടിയിൽ കൂടെയാണ്. ഈ പോകുന്ന വഴിക്ക് മലയിൽ കയറുന്ന സമയത്ത് വേറൊരു വണ്ടി ക്രോസ് ചെയ്യും. ഈ വണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ സൈഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ വെച്ച് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ എൻ്റെ തല പൊട്ടിയിട്ട് ഏതാണ്ട് 15 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് MHൽ, അതായത് ശ്രീനഗർ MHൽ ഏതാണ്ട് ഒരു 1-2 മാസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായിട്ടുണ്ട്. ഇതൊരു വലിയൊരു ദുരന്തം തന്നെയാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് നേരെ ഒരു കീറലാണ് ഉണ്ടായത്. ഈ നമ്മുടെ വണ്ടിയുടെ ആംഗ്ലർ ഇടിച്ചാണ് മുറിവുണ്ടായത്. പക്ഷേ അപ്പോൾ തന്നെ അവിടുത്തെ സിവിലിയൻ എല്ലാവരും കൂടെ കൊണ്ടുപോയി ഉടൻ തന്നെ അവന് ട്രീറ്റ്മെൻറ്റ് നൽകി MHൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. മറ്റുവിധ സംഗതികളെന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അനുഭവമുള്ളതെന്ന് വെച്ചാൽ 10-12 വർഷത്തോളം ഞാൻ ജമ്മു കാശ്മീരിൽ സർവീസായിരുന്നു. അവസാനം എനിക്ക് പോസ്റ്റിംഗ് വന്നത് പൂഞ്ചിലായിരുന്നു. പൂഞ്ചിൻ്റെ അവിടെ എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഫയറിംഗ് ആണ്. 24 മണിക്കൂറും എന്ന് വെച്ചാൽ 3 സൈഡിലും പഹാടിയും മലകളുടെ താഴെയായിരുന്നു ഞങ്ങളുടെ യൂണിറ്റ്. 24 മണിക്കൂറും ഫയറിംഗ്. വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു നിവൃത്തി. രാവിലെ ആഹാരം കഴിക്കാൻ പറ്റില്ല, ഉച്ചയ്ക്ക് പറ്റില്ല, എല്ലാം ഒരു ബങ്കറിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോവുക, ചെന്ന് ആഹാരം കഴിക്കുക, തിരിച്ചു വരിക. ഇതായിരുന്നു അവിടുത്തെ 24 മണിക്കൂറും ഫയറിംഗ്. ആ ഒരു ഹെഡേക്കിൽ നിന്ന് തലവേദന മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നത്. രണ്ടാമത് വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ അതേപോലെ അന്നത്തെ പെൻഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ പോലെയല്ല, വളരെ തുച്ഛമായ ഒരു പെൻഷനാണ് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു കുടുംബം പോറ്റാൻ നിവർത്തിയില്ല എന്ന് കരുതി അടുത്ത സെക്യൂരിറ്റിയും മറ്റുള്ള ജോലികളിലേക്കും തിരികെയുണ്ടായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ ഒരു മെമ്പറായതും. അത് വളരെ കാലം പ്രവർത്തിച്ചു. ആ സംഘടനയുടെ ബ്രാഞ്ചിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ആയിട്ട് പല കാലയളവിൽ നിലകൊണ്ടു. അതിനുശേഷം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ തിരുവനന്തപുരം താലൂക്കിൻ്റെ സെക്രട്ടറി ആയിട്ട് 6 വർഷം കാലത്തോളം പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷം കൂടാതെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ ഒരു സൊസൈറ്റി ഉണ്ട് തിരുവനന്തപുരത്തിൻ്റെ. അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി 5 വർഷക്കാലം പൂർത്തിയാക്കിയിട്ടുണ്ട്.